മുപ്പതാം തീയതി രാവിലെ നമ്മൾ പള്ളം ഫിഷ് മാർക്കറ്റിൽ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പുറ മീനൊക്കെ വളരെ കുറവ് കേട്ടോ. വള്ളക്കാർക്കൊന്നും മീനുകളൊന്നുമില്ല. അപ്പോൾ വേറെ വേറെ സ്ഥലങ്ങളിൽ നിന്ന് മീനൊക്കെ കയറ്റിക്കൊണ്ട് വന്നിട്ട് ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. ആ കാണുന്നതാണ് ഈ കാഴ്ചകൾ. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന മീന് വിഴിഞ്ഞത്ത് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം 29-ാം തീയതി വന്ന മീനുകളാണ് കേട്ടോ. പള്ളം ഫിഷ് മാർക്കറ്റിൽ ഇവർ ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ഇവർ വരുമ്പോഴത്തേക്കും വൈകുന്നേരം ഏകദേശം 6 മണി 7 മണി സമയമാകും. ആ സമയം ഇവർ മീനൊക്കെ കൊണ്ടുവന്നിട്ട് ഐസൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് രാവിലെ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാണുന്ന മീൻ്റെയൊക്കെ പേരുകൾ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാമായിരിക്കും. ഈ കാണുന്നത് പുള്ളിക്കലവ, ചേമീന്, തമ്പായ്, അതും പുള്ളിക്കലവ. അപ്പുറത്തിരിക്കുന്നത് ചേമീൻ, ചെറിയ സൈസ് ചേമീനുകളാണ് കേട്ടോ. ഇത് ഇവർ ഓരോ തരത്തിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയിലൊക്കെ ഉള്ള മീനുകൾ തന്നെയാണ് ഇവിടെ കച്ചവടമൊക്കെ നടത്തുന്നത്. ഇവിടെ ചെറിയ ചെറിയ കച്ചവടക്കാർ മീനൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറേ കൂട്ടുകാർ ചോദിക്കുന്നുണ്ട് ചേമീൻ എങ്ങനെയാണ് ഉപ്പിട്ട് കറി വെച്ച് കഴിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു അമ്മച്ചിയുടെ കയ്യിൽ ചേമീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കാം. ആളുകളെ കൊല്ലാനോ 300 രൂപ 250 നമ്മളീ കണ്ടതാണ് ചേമീൻ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് ഇന്നലെയൊക്കെ ഉപ്പിട്ട് വെച്ചിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുവന്നതാണ് കൊടുക്കാനായിട്ട്. ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപ്പിട്ട് വെച്ചിട്ട് നിങ്ങൾ പിറ്റേ ദിവസം എടുത്ത് കറി വയ്ക്കണം. സാധാരണ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ച് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഈ ചേമീൻ്റെ ഒരു പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് ഇത് ഉപ്പിട്ട് വയ്ക്കുന്ന ഒരു കാഴ്ച. അത് സ്ട്രെയിറ്റ് ആയിട്ട് കീറിയിട്ടാണ് അവർ ഉപ്പിട്ട് വെച്ചിരിക്കുന്നത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മൾ കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. കടപ്പുറം മീനൊക്കെ ഇപ്പോൾ വളരെ കുറവ് തന്നെയാണ് കേട്ടോ. സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവുള്ള സമയമാണ് ഇപ്പോൾ. അതായത് ഒരു മാസം 15 ദിവസം നിലവും 15 ദിവസം ഇരുട്ടുമാണ് കടപ്പുറ രീതിക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അത് കാരണമാണ് മീനുകൾ ഇല്ലാത്തതെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇനിയും പറയാൻ പറ്റത്തില്ല കേട്ടോ. വിഴിഞ്ഞം കടപ്പുറത്ത് രാവിലെയൊക്കെ മീൻ കുറവ് തന്നെയാണ്. ഒരു 12 മണി കഴിഞ്ഞാലാണ് എന്തെങ്കിലും കുറച്ച് മട്ട് വള്ളക്കാർക്ക് കുറച്ച് മീനൊക്കെ വരുന്നത് കേട്ടോ. വള്ളം ഫിഷ് മാർക്കറ്റിലെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ അടിമലത്തുറ ഇന്ന് രാവിലെ ഒരു കുട്ട കുട്ടിച്ചൂരയൊക്കെ വന്നിട്ട് 6000 രൂപയൊക്കെ പോയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് അടിമലത്തുറ പോയൊന്ന് നോക്കുക. വിഴിഞ്ഞത്തുനിന്ന് വെറും 11 കിലോമീറ്റർ മാത്രമാണ് അടിമലത്തുറ അതുപോലെ പള്ളം ഇവിടേക്കുള്ള ദൂരങ്ങൾ. രാവിലെ 6 മണി മുതൽ മാക്സിമം നമുക്കൊരു 8-9 മണി, 8 മണിയല്ല ഒരു 9:30 മണി വരെയൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മീനൊക്കെ വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുകാർ വന്ന് മീനൊക്കെ വാങ്ങിച്ച് കച്ചവടം ചെയ്യാനായിട്ട് നോക്കുക. ഒരുപാട് കൂട്ടുകാർ വന്ന് കറിക്ക് മീൻ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. കറിക്ക് മീനും വാങ്ങാൻ വരുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ 30-ാം തീയതി രാവിലെ ഒരു 7:30 മണി കഴിഞ്ഞുള്ള ഒരു കാഴ്ച നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിലെ കാഴ്ച കേട്ടോ.